ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മൗഗ്ലി എന്തോ കണ്ട് പേടിച്ചിട്ട് ഭയങ്കര ബേജാറായിട്ടുള്ളത് എന്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കുതിരനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുതിരനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി, പക്ഷേ കുതിരനൊന്ന് പരിചയപ്പെടണ്ടേ. ഫീമെയിലാണ് കുതിര. അപ്പോൾ നമുക്ക് ആ കുതിരനൊന്ന് കാണാം. നല്ല ബ്ലാക്ക് കളർ കുതിരനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പിന്നെ റെഡ് ഇയർഡ് സ്ലൈഡറിനെ കണ്ട പിന്നെ എന്തോ ഒരു ബേജാറ് പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ പരുന്ത് ഇടുന്ന എടുത്തുണ്ടായിരുന്നു, അതിനെ കണ്ടിട്ടില്ല ബേജാറാണ് അല്ലേ. ഒരു 1-2 കടിയും കിട്ടി. നോർമലി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാവും, എല്ലായിടത്ത് പോകുമ്പോൾ നിൽക്കും, പേടിയൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഇതുപോലെ കണ്ടു കഴിഞ്ഞാലാണ് പ്രശ്നം. അതുപോലെ നമ്മളെ സൽക്കട്ടനെ കണ്ട, സൽക്കട്ടനെ ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി. അതുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. അടുത്തേക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ. അതിന് മണൽ നമ്മൾ കുറച്ചും കൂടി വലിയ ഏരിയയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓക്കെ, പൊളിയല്ലേ. നമ്മുടെ റെഡ് ഇയർ സ്ലൈഡർ മേലെ കയറി വന്നിട്ടുണ്ട്. ഇവർ കരയിലും വെള്ളത്തിലും മാറി മാറി നിൽക്കും. എന്നാൽ ഇവിടെ മറ്റേ കറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇവർക്ക് സൺബാത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേർട്ടിലും ടോട്ടോയ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളെ കുട്ടികൾക്കെല്ലാം നേരെ വന്നാൽ കാണാൻ വേണ്ടി പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് തന്നെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആളല്ല, ഒരു 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നാസിനെ നിങ്ങൾ ബാക്കിൽ കൊണ്ടാക്കിയില്ലേ എന്നുള്ളത്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കന്നാസിനെ നമ്മൾ വേറെ ആക്കിയതല്ല. പിന്നെ കന്നാസിനെയും റൂബിനെയും മാറ്റി മാറ്റി ഇടുന്നതാണ്. ചില ദിവസം കന്നാസ് അവിടെ ഉണ്ടാവും, ചില ദിവസം റൂബി അവിടെ ഉണ്ടാവും. ബേബി കന്നാസ് ഇടല്ലേ എൻ്റെ മുത്തേ, നിന്നെ നമ്മൾ ഒറ്റക്കാക്കോ. ഇതാ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നതാ. ഓക്കെ, കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈടാക്കിയാൽ കേട്ടോ. ഇതാണ് കന്നാസിനെയും റൂബിനെയും മാറ്റി മാറ്റി ഇടുന്ന കേജ്. ഇവിടെ എനിക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അവിടെ മേത്തൊന്നും കയറിക്കാം കേട്ടാ. ബെഡുണ്ട്, എല്ലാം ഉണ്ട്. അതേപോലെ പുതിയ ഉണ്ടാക്കിയ കൂട്ടിലും ബെഡെല്ലാം ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് കുതിരനെ കാണാൻ ഇതിലൂട്ട് പോയിന്ന്. വാ, ഇവിടെ കുറച്ച് പണിയെല്ലാം നടക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് എല്ലാവർക്കും കാണാം. വാ. ഇത് ക്ലീനിങ് തന്നെ, കുഴപ്പമില്ല. അവിടെ കുറച്ച് പൊടിയുണ്ട്. ഇതെല്ലാം എന്താണെന്ന് മനസ്സിലായാ? ഇതെല്ലാം ഒരു കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ തുറന്നിട്ടുള്ളതെല്ലാം കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം ഫുഡാണ്, പീജൻസിൻ്റെ ഫുഡ്, എല്ലാ ജീവികളുടെയും ഫുഡും കാര്യങ്ങളെല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എലി കയറുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളി പാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതെന്താണെന്ന് മനസ്സിലായാ? ഇത് നമ്മൾ വേംസിനെ കൾച്ചർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ മെഷ് അല്ലെങ്കിൽ ഈച്ച കയറുന്നതിന് വേണ്ടിയിട്ട്, ഈച്ചനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചെറിയ ഈ പല്ലി ഇതെല്ലാം കയറിയിട്ട് ഈ വേംസിനെ എടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മളതിന് ഫുള്ള് പാക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് കാണിച്ചാൽ മതി. എന്നാൽ ഇത്രയും വലിയ ഏരിയ കേട്ടോ, നമുക്ക് അത്രയും അധികം വേംസ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മീൽ വേംസും സൂപ്പർ വേംസും 2 ടൈപ്പായിട്ടാണ് കൾച്ചർ ചെയ്യുന്നത്. അതിൽ നമുക്ക് പിന്നെ വിശദമായിട്ട് കാണാമല്ലേ. അതേപോലെ ഇത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെത്, പിന്നെ ഇതിൻ്റെ ഫുഡ് സെക്ഷൻ ആണ്. ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തുടക്കേണ്ട അത്ര ഇപ്പോൾ പണി കഴിഞ്ഞേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഇന്നർ സൈഡ് കേട്ടോ. എന്താ പഴക്കൊലയിൽ ഡെയിലി ഒരു പഴക്കൊല വേണം. അപ്പോൾ അതങ്ങനെ വരും. ഇതിൻ്റെ അകത്തെല്ലാം ഇത് ഫുള്ള് ഫ്രൂട്ട്സാണ്. പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ ആവശ്യമില്ല. ഇതെല്ലാം ബേഡ്സിനും മൃഗങ്ങൾക്കും വേണ്ടി മാത്രമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുതിരനെ അങ്ങോട്ടേക്ക് പോകാം. കുതിരനെ കാണണ്ടേ? ഇതെല്ലാം ഓരോ ഇതാണ്. നമ്മൾ വാഷ് ഏരിയ, അതുപോലെ നമ്മളെ അടുപ്പ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താന്ന് വരണ്ടേ. ഓക്കെ, പിന്നെ ഇത് നമ്മളെ കിച്ചൺ കട്ട് ചെയ്യുന്നുണ്ടാ ജീവികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോരാൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. കസ് ഇതാ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ കുറേ ആൾക്കാർക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണ്ടേ, ചോപ്പിങ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളെ പുഷ്പേശി എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട് നമ്മളെ സംഭവം. നമ്മൾ വീഡിയോ എടുക്കുന്നത് മുന്നേ പറഞ്ഞെങ്കിൽ ഒന്നും കൂടി വൃത്തിയാക്കിയായിരുന്നു അല്ലേ. അങ്ങനെയൊന്നുമില്ല, സ്ഥിരമുള്ള സംഭവങ്ങളെ കാണിച്ചായിരുന്നു. അതുപോലെ നമ്മളെ പുഷ്പേശി പിന്നെ നമ്മളെ മങ്കിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ട്. മങ്ങിൻ്റെത് കലക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇത് ലോറിക്കുള്ളത് സെറ്റാക്കുന്നുണ്ട്. പുഷ്പേശിനെ കാണുന്നില്ലേ? പുഷ്പേശി കുറേ നാളായി നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരായി പറഞ്ഞോ. ഹായ്, വീഡിയോ കാണുന്ന കുട്ടികളാന്ന് തോന്നുന്നില്ല. കാണാറുണ്ടാ? എന്താ പേര്? ആര്യനന്ദ. എൻ്റെ പേരോ? ആത്മിക. ഓക്കെ, എല്ലാവരോടും ഹായ് കേട്ടാ.
മെയിൻ്റ് ആക്കിയില്ലേ? പടച്ചോൻ അന്ന് വന്നേരം മെയിൻ്റ് ആക്കിയില്ല ഒരു. നീ എന്നെ മെയിൻ്റ് ആക്കിനാ? എന്നിട്ട് ഞാൻ മെയിൻ്റ് ആക്കിയില്ല? അയ്യോടാ, ഞാൻ സത്യമായിട്ട് കണ്ടില്ല. ഓ അങ്ങനെ, അന്നേരം എന്തോ ജീവനെ കളിപ്പിക്കുന്നുണ്ടിരിക്കട്ടോ, സോറിയേ. എന്നാലും കയ്യോടെ പിടിച്ച്. യൂട്യൂബ് ചാനൽ കാണുന്നത് അതന്നെ കാണലുണ്ട്. ഫോളോക്കിനി. ഓക്കെ, താങ്ക് യു. ഏത് സ്കൂളിൽ നിന്ന് വരുന്നത്? കടൽ ചെറുവത്തൂർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണട്ടോ, എല്ലാവരും വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പോവാം. ഇത് പിന്നെ നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളിൽ ഈ ഏരിയയിലാണേ. അപ്പോൾ അതാണ് കുട്ടികൾ വാഷ്റൂമിലേക്ക് വന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മളെ കണ്ട്. അതുപോലെ നമ്മുടെ ആടിൻ്റെ പിന്നെ കൂട് ക്ലീൻ ചെയ്യുന്നത് കാണുന്നട്ടാ നമ്മുടെ ചേച്ചിയാണ് ആടിൻ്റെ സെക്ഷൻ. വേണ്ട കംപ്ലീറ്റ് ഓരോ നേരം, ഇതിപ്പോൾ ഒരു 4 നേരം 5 നേരം ക്ലീൻ ചെയ്യും കേട്ടോ. എന്നാലും ഇങ്ങനെ വേസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മളെ ആടിന് പച്ചപ്പുല്ല് കൊടുക്കും കേട്ടോ. കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവർക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കും. ഇവനെ ഒന്നുകൂടി കട്ട് ചെയ്യാനായി. ഇടിയനായതുകൊണ്ട് എൻ്റെ മോനെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തീരെ പറ്റൂല. കഴിക്കട്ടെ. നമ്മുടെ ജേക്കബ് ഷീപ്പാന്നേ. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട സമയമായി. അതുപോലെ എല്ലാവരും നല്ല തിന്നുന്ന തിരക്കിലാണ്. കണ്ടാ നമ്മളെ പിന്നെ പാത്തുവിൻ്റെ കുട്ടീനെ കണ്ടാ വലുതായി. ഇവൻ്റെ പ്രസവവും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ടാ കുട്ടീൻ്റെ വലുപ്പം കണ്ടാ, നല്ല മുട്ടാപ്പിയായി. നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഫാദറിനെ പോലെ തന്നെ വന്നില്ലല്ലേ? അപ്പുറതാ ഫാദറതാ. ഇത് സിനിമാറ്റിക് എടുക്കുമ്പോൾ ചില സ്ഥലത്തുനിന്ന് ക്ലിയർ പോകുന്നു തോന്നുന്നു അല്ലേ? ഫോക്കസ് ഔട്ട് ആകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വീഡിയോ കംപ്ലീറ്റ് സിനിമാറ്റിക് തന്നെ ആക്കിയാന്നേ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതേപോലെ പിന്നെ ഈ കേജും കാര്യങ്ങളെല്ലാം നമ്മൾ ക്വാറൻറ്റൈനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി ലാസ്റ്റ് ടൈം സെറ്റ് ചെയ്യുന്ന സംഭവമാണേ. അതിന് ശേഷം നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറ്റാം. അതുപോലെ ഇതെന്താണെന്ന് മനസ്സിലായോ? പുതിയൊരു ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ വാഷ് ചെയ്യാനും ഡോഗ്സിനെല്ലാം വാഷ് ചെയ്യാനും ഗ്രൂം ചെയ്യാനും വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റാക്കുന്നത്. അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാവും, നന്നാവുന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മൾ നിന്നിട്ട് ഹൈറ്റ് നല്ല വൃത്തിയിൽ ചെയ്യാനും കുളിപ്പിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അതേപോലെ നമ്മളെ പപ്പായ എല്ലാ പ്രാവശ്യവും പപ്പായ കാണിച്ചാൽ ബോറടിക്കൂലേ? അതുകൊണ്ട് പപ്പായ ഇപ്രാവശ്യം കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ പിന്നെ കന്നാസിൻ്റെ കേജിൽ ഈ പറഞ്ഞ പോലെ റോക്സി. അതിങ്ങനെ മാറി മാറി ഇടും കേട്ടോ. എല്ലാ കാര്യങ്ങളും ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? റോക്സി എന്ന് പറയും, സോറി റൂബി. പെട്ടെന്ന് റോക്സിന് ഇപ്പോൾ അപ്പുറത്ത് കണ്ടിട്ട് വന്നല്ലേ. റൂബി മുത്തേ ബാ സിറ്റ്. ഗുഡ് ബോയ്. റൂബിനെ നമ്മളെ അമല് തന്നാന്ന് എല്ലാവർക്കും അറിയില്ലേ? അമല് വീഡിയോയിലും കാണലുണ്ട്. റൂബിനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിലും കാണലുണ്ട് എന്ന് പറഞ്ഞു. മതി പുറത്തേക്ക് ഇറങ്ങരുത്. പോയെ. എല്ലാം ചാടിക്കയറുന്ന സാധനമാണേ. എല്ലായിടത്തേക്കും ചാടിക്കയറും. അടിപൊളിയാണ്. ഈ ഭാഗം ഇവരാന്ന് കവർ ചെയ്യാം. എന്നാൽ ഒന്നിക്ക് റൂബി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ കന്നാസ് ഉണ്ടാവും. ഈ ഏരിയയിൽ രാത്രി അവരെ വിടാം. അപ്പോൾ നമ്മുടെ പുതിയ കുതിരനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുതിരനെ നല്ല ഗ്രൂം ചെയ്യുന്നുണ്ട് സെയർ. അപ്പോൾ അവിടുന്ന് കാണാം. നമ്മളിതെല്ലാം പാഷൻ ഫ്രൂട്ടെല്ലാം പിടിച്ചു തുടങ്ങിയേ. ഇതാ കുറേ എണ്ണം അവിടെ ഇവിടെ എല്ലായിട്ടുണ്ട്. നോക്കിയേ, ഇതാ കുറേ സ്ഥലത്തുണ്ട്. കുറേ എണ്ണം പിടിച്ചേ. ഇതാ പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ടോ? വീഡിയോയിൽ കിട്ടുന്നുണ്ടോ മുനീറേ? അത് നമുക്ക് നമ്മുടെ മെക്കാവിനെ കൊണ്ടുവന്നിട്ട് പറപ്പിക്കാം. വാ, ഇതാണ് നമ്മുടെ ബ്ലാക്ക് മാർവാരി ഹോസ്. ശരിക്കും കാണിച്ചേ. അപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അതുപോലെ ലാടൊന്നും അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ലാടെല്ലാം അടിക്കാൻ വേണ്ടി ലാടെല്ലാം അടിച്ചു. ഇപ്പോൾ ഫ്രണ്ട് കാലിൽ നമ്മളിപ്പോൾ ലാടടിച്ച്, ഇനി ബാക്ക് കാലിൽ അടിക്കാനുണ്ട്. അത്ര എന്നാൽ ഫസ്റ്റ് ലാടടിക്കുമ്പോൾ ഫ്രണ്ട് കാലിൽ മാത്രമേ ലാടടിക്കൂ. ലാടെന്ന് പറഞ്ഞാൽ ഷൂ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ലാടടിക്കാമെന്നാണ് പറയാം കേട്ടോ. എല്ലാവർക്കും ലാടടിക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ നല്ല സൈലൻ്റ് ക്യാരക്ടറാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല മുത്ത്, നല്ല ശരിക്കും ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടല്ല, നല്ല ശരിയായ ബ്ലാക്കാണ്. അതുപോലെ 4 കാലിനും ചെറിയ രീതിയിൽ വൈറ്റ് ഉണ്ട്. ഒന്ന് പഞ്ചകല്യാണി എന്ന് പറയും. പക്ഷേ പഞ്ചകല്യാണി എന്ന് പറയണമെങ്കിൽ കുറച്ചും കൂടി മേലെ കയറണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് പഞ്ചകല്യാണി തന്നെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇവൾക്ക് എന്താ പേരിടണ്ടേ? പേര് നമ്മൾ ഇട്ടിട്ടില്ല.
നമ്മൾ ബ്ലാക്കിൽ നിന്നല്ല വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പേരിടണം. അപ്പോൾ ടോർക്കിനും ബോണിക്കും സുഹറക്കലിനും മാച്ച് ചെയ്യുന്നൊരു പേര് എന്താ ഇടണ്ടേ? ഞാൻ വിചാരിക്കുന്നൊരു പേരുണ്ട്. ഏതായാലും കമൻറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല പേര് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണോ അല്ല നിങ്ങൾ പറയുന്ന പേരാണോ നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് നോക്കിയിട്ട് തീരുമാനിക്കാം. അതുപോലെ നമ്മൾ ഇവിടുത്തെ രോമം കണ്ട, ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ട്രിം ചെയ്തതാണ് കേട്ടോ. നല്ല അത്യാവശ്യം രോമം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ വരുന്ന സമയത്ത് അതിനൊരു ഫംഗസ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ 2-3 പ്രാവശ്യമായി കട്ട് ചെയ്ത് അതിന് മരുന്നെല്ലാം തേച്ച് കൊടുത്ത് ഫംഗസ് എല്ലാം പോയില്ലേ സീറെ? എല്ലാം പോയി, എല്ലാം പോയി സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ മുടി വളരാൻ ഇപ്പോൾ ഇതുവരെ സമ്മതിച്ചില്ല. ആ ഫംഗസ് കംപ്ലീറ്റ് ശരിയായി ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി മുടി വളർത്തുള്ളൂ. ഓക്കെ. അതുപോലെ പിന്നെ ഇതിൻ്റെ കാലും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമല്ലോ. ഇതുണ്ടോ നമ്മൾ ഇനി ജസ്റ്റ് കൊണ്ട് വന്നേ. എന്താ ഇവിടെ കാലന്നേ ആ ഗുഡ് ബൈ. നോ ഇതുണ്ടോ ഇപ്പോൾ കാലിൻ്റെ അടിയിൽ ഈ പിന്നെ പുല്ലിൻ്റെ ഇതിൻ്റെ എല്ലാം വേസ്റ്റ് കാണും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മൾ ശരിക്കും കുതിര നമ്മൾ ട്രെയിൻഡ് ആയതുകൊണ്ട് ഇങ്ങനെ വെച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയറായി. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സാണ് ഈ സംഭവങ്ങൾ കേട്ടോ. ഇതിൽ കുതിരനെ വളർത്തുന്നവർ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ഗ്രൂം ചെയ്തതിന് ശേഷം ഇതും കൂടി ചെയ്തിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരാം. അതിന് ബ്രഷ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ബ്രഷാണ് കുതിരൻ്റെ. കണ്ട ഇതൊരു സൈഡ് ഇതുപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടും മറ്റേതിങ്ങനെ ബ്രഷ് ചെയ്ത് കളയാണ്. കണ്ട ഇങ്ങനെയെല്ലാം നല്ല വൃത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുതിരനെ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും ഉണ്ടാവും, നല്ല ആരോഗ്യപരമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും കുതിരനെ വളരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, ഗുഡ് ബൈ. അതുപോലെയൊക്കെ ലാടടിക്കാത്ത കാലം എങ്ങനെ ഉണ്ടാകുന്നറിയോ? ഇതാ എടുത്തേ, എന്താടാ വെക്ക് കാണിച്ച മുനി, ഇതുണ്ടാ ഇതുപോലെ നമുക്ക് ഇനി കാര്യമായിട്ട് കഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് വൃത്തിയാക്കിയാൽ കണ്ടാ. ഓക്കെ, സെറ്റ്. അതുപോലെ ക്യാരക്ടറിൽ നല്ല കൂളാണ് കേട്ടോ. അങ്ങനെ തൊട്ടാലൊന്നും കടിക്കൽ തൊഴിക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. വാലെല്ലാം അത്യാവശ്യം നല്ല വാലുണ്ട് കേട്ടോ. നല്ല അടിപൊളി വാലല്ലേ. ഓ രസമുണ്ടേ നല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടേ, ഇവള് പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 5 മാസമല്ലേ ആയത്? ഇല്ല 6 മാസം ആവാനായി അല്ലേ? 6 മാസം ആവാനായി. ഏകദേശം നമ്മൾ 3 മാസമുള്ളവരാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു കുതിരക്കുട്ടി. എന്നാൽ നല്ലൊരു അടിപൊളി സ്റ്റാലിയനാണ് ഇവരെ മേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സ്റ്റാലിയൻ തന്നെ. അപ്പോൾ കുട്ടി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, നല്ല കുട്ടിയായിരിക്കും എന്തായാലും, നമുക്ക് നോക്കാം. ഇവളും അത്യാവശ്യം നല്ല കാണാൻ അഴകുള്ള നല്ല ചന്തള്ള. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഇതിൻ്റെ ഒന്ന് കളറും പിന്നെ അതിൻ്റെ ഷേപ്പും പിന്നെ ഇതിന് ഇടനീളം കുറച്ച് കുറവാണ്, ശ്രദ്ധിച്ചാൽ. പക്ഷെ അതൊരു ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാളെയും കൂടി കാണിച്ചു തരാമല്ലോ. വാ നമ്മളെ പുള്ളിപ്പൂവൻകുഴി അതാ പുറത്ത്. അതേപോലെ തന്നെ അതാ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് കാണിച്ചു പിന്നെ ഈടെ ഒരാളുണ്ട്. തുറക്കാൻ കഴിയാത്ത ഇപ്പം അതിലേ ഇറങ്ങിയിട്ട് പോകട്ടാ. അതാണ് പുറത്തേക്കുള്ള ഡോറ്. നീ പോയിക്കോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട നമ്മളെ പുള്ളിക്കോഴി മുട്ടയിട്ട് അടയിരിക്കുന്നതാണ് കാണുന്നത്. എത്ര മുട്ടയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കോഴിമുട്ടി. ഇവളുടെ തന്നെ 15 മുട്ടി. ഇവളുടെ അല്ല, 2 ആൾ മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ 1 നമ്മുടെ കൈകടക്കിൻ്റെ മുട്ടിയോ. ഓക്കെ, നമുക്ക് മുട്ടയ്ക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ട നമുക്ക് വിരിയുന്ന മുട്ടയാണോ അല്ലാത്ത മുട്ടയാണോ നമുക്ക് മനസ്സിലാവും. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുണ്ടാവും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡാർക്ക് ഇതിൽ പിടിക്കാൻ, എന്നിട്ട് നമ്മൾ ഫോണിൻ്റെ ടോർച്ച് കത്തിച്ചിട്ട് ഇതിൻ്റെ താഴത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ വിരിയുന്ന മുട്ടയാണോ? ഇത് വിരിയുന്ന മുട്ടയാണ്. ജസ്റ്റ് നെർവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4 ദിവസമായി വെച്ചിട്ട്. 4 ദിവസം ആയതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് അത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്താ കണ്ട നെർവ് കണ്ട, ചെറിയ രീതിയിൽ നെർവ് കാണുന്നുണ്ടോ? അപ്പോൾ അത് വിരിയുന്ന മുട്ട അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ, 6 ദിവസം കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ വിരിയാത്ത മുട്ടയിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം സ്പോട്ടിൽ തന്നെ. അപ്പോൾ വിരിയുന്ന മുട്ട മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഹീറ്റ് തട്ടിയിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടും എല്ലാ മുട്ടും.
ഇവർക്ക് ഇങ്ങനെ പുറത്ത് പോകാനൊക്കെ പറ്റുമട്ടെ, ഇവരുടെ കുട്ടികളെല്ലാം പുറത്ത് പോയിട്ട് ഉള്ളതാ. നമ്മളെ പൂവൻ കയറിയിട്ട് അകത്ത് അതൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോൾ തന്നെ പുറത്തേക്ക് പോകും. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ നോക്കി കാണിച്ചേ. അതാ പോയി. നല്ല രസമാണ് കേട്ടോ, നല്ല അങ്കവാലം എന്ന് പറഞ്ഞാൽ ശരിയായ അങ്കവാലം. അവർക്ക് പുറത്തേക്ക് പോകേണ്ട ഡോറാണ്. പുറത്ത് പോയി നല്ല പച്ചക്കറിയെല്ലാം കഴിച്ച് പിന്നെ നമ്മുടെ പുറത്തുള്ള നാച്ചുറലായിട്ടുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വരും, അകത്ത് കയറും, വീട്ടിൽ കയറും. അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയ്യുകൻ്റെ വിരിയിപ്പിച്ചപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നേ. ആ കുട്ടീനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരല്ലേ. ഇതെന്നാ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കയ്യുകൻ്റെ ഒരു കുട്ടിയെ കിട്ടിയില്ല കേട്ടോ. അത് ഒന്നിലുണ്ടായ കുട്ടിയാണേ. നോക്കിയേ എന്താ രസമല്ലേ. ഇല്ല പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് പോയിക്കോട്ടെ. വാ അപ്പോൾ നമുക്ക് കുതിരനെ കാണാം. നമ്മൾ ഊഫിക്കടെ അതിൻ്റെ അകത്താളെ. ഓക്കെ വാ. അതുപോലെ ഇവൻ്റെ ഫേസ് കണ്ടാ നല്ല കറക്റ്റായിട്ടുള്ള മുടിയും പിന്നെ ചെവി ഇപ്പം നമ്മളിങ്ങനെ പിടിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ നല്ല ശരിക്കും ഇങ്ങനെ ഹാർഡ് ഷേപ്പായിട്ട് തന്നെ വെക്കും. നല്ല രസം. അതുപോലെ നല്ല ലക്ഷണത്തെ മുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും കാഴ്ചപ്പാട് സെയിം ആയിരിക്കണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളുടെ മുഖം. ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അഭിപ്രായം പറയട്ടാ. ഭയങ്കര മൊഞ്ചത്യം അല്ലേ. നമ്മൾ ഹൂഫ് പിക്ക് കയ്യിൽ തന്നെ ഉണ്ട്. ഇതാണ് ഹൂഫ് പിക്ക്. ഇതാ സൈറേ, ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഓരോ മറ്റേ എക്യുപ്മെൻറ്റ്സ് വന്നിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ, അതുപോലെ എന്താ പറയുക അതിനെ മസാജ് ചെയ്യുന്നത്. ഓരോന്നും ഓരോ ടൈപ്പ് ബ്രഷുകളാണ് കുതിരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കുതിരയ്ക്ക് പിന്നെ ലാടടിക്കുന്നത് എന്താണെന്ന്. അതിന് വേദനിക്കില്ല, വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നഖം കട്ട് ചെയ്യുന്ന പോലെയാണ്. ലാട കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അടിച്ചിട്ടില്ലെങ്കിലാണ് അതിന് പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ഓക്കെ, നമുക്കിവനൊന്ന് നടത്തിച്ചാലോ, ഇറക്കി നടത്തിച്ചൂടെ? അപ്പോൾ ഞാനത് നയിക്കാം. ഇങ്ങനെ പിടിക്കാം. വേണം വിട്ടാ. എൻ്റെ കൂടെ നടക്കുമ്പോൾ കുതിര ചെറുതായ പോലെ ഉണ്ടാവും, അതാ പ്രശ്നം. ഞാൻ അത്യാവശ്യം നല്ല സൈസുള്ള മനുഷ്യനായതുകൊണ്ട് അല്ലേ. ഡാ നല്ല മോനല്ലേ. എന്താണ് ഇങ്ങനെയുണ്ട്? നമ്മളെ പിന്നെ ദുബായിലുള്ള വീഡിയോയിൽ നമ്മൾ അറേബ്യൻ ഹോഴ്സിനെല്ലാം പിടിച്ച് നടക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഫ്രീഷ്യൻ ഹോഴ്സില്ലേ, ഫ്രീഷ്യൻ ഹോഴ്സിനെല്ലാം പിടിച്ച് നടക്കുമ്പോൾ അത്യാവശ്യം അവർ നല്ല സൈസ് ഉണ്ട്. പക്ഷേ ഇവൻ അത്ര സൈസില്ല. പക്ഷേ നമ്മുടെ ടോർക്കെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള കുതിരയാണേ. കാണുമ്പോൾ തന്നെ ഒരു വലിയ തോന്നും. ഇത് പിന്നെ ഫീമെയിലും കൂടിയാണ്. ഫീമെയിലിന് പൊതുവെ മെയിലിൻ്റെ വലിപ്പം ഉണ്ടാവില്ലല്ലോ, കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതായിരിക്കും ഫീമെയിൽ. ഓ എങ്ങനെയുണ്ട് പൊളിയല്ലേ? ഇഷ്ടമായിനാ? ഞാൻ ബാക്കിൽ നിൽക്കണം, നല്ല രസമുണ്ടോ കുതിരനെ. വാ ഒന്ന് ജസ്റ്റ് നടന്നിട്ടല്ലേ. വാ നല്ല ക്യാരക്ടറാണ് കേട്ടോ, സോഫ്റ്റാണ് ആൾ, ഭയങ്കര കൂളാണ്, ഒരു പ്രശ്നവുമില്ല. വലുപ്പം തോന്നുന്നില്ല അല്ലേ? എന്താടാ മുത്തേ, എവിടെ പോന്ന്? ഇതാ കുളമ്പടി ശബ്ദം. ഇപ്പോൾ റോട്ടിൽ നടക്കുമ്പോൾ കുളമ്പടി ശബ്ദം കേൾക്കാം. ആ ഫ്രണ്ട് കാലിന് മാത്രം ലാടടിച്ചുകൊണ്ട് അത് രസം ഉണ്ടാവില്ല. ബാക്കിലും കൂടി വരണം, എന്നാലും അതിൻ്റെ ഭംഗിയുണ്ടാവും. ഗുഡ് ഗേൾ. വാ, ഇഷ്ടമായി എല്ലാവർക്കും കുതിരനെ? ഷേപ്പ്, കാര്യങ്ങൾ, കാല്, കളറ്, എല്ലാവരും അഭിപ്രായം പറയട്ടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.